ഒരിക്കൽ ഒരു സഞ്ചാരി ഒരു വലിയ നിർമ്മാണ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. അവിടെ കല്ലുകൾ ചെത്തിമിനുക്കുന്ന 3 തൊഴിലാളികളെ അദ്ദേഹം കണ്ടു. അവർ 3 പേരും ഒരേ ജോലിയാണ് ചെയ്തിരുന്നത്. എന്നാൽ അവരുടെ ഭാവങ്ങൾ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഒന്നാമത്തെ തൊഴിലാളിയുടെ അടുത്തെത്തി ചോദിച്ചു, സുഹൃത്തേ, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? അയാൾ നീരസത്തോടെ മറുപടി നൽകി, നിങ്ങൾക്ക് കണ്ടൂടെ, ഞാൻ ഈ കല്ലുകൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജീവിക്കാൻ കുറച്ച് പണം വേണം. അതിനായി ഈ വെയിലത്ത് ഞാൻ കഷ്ടപ്പെടുന്നു. സഞ്ചാരി രണ്ടാമത്തെ തൊഴിലാളിയുടെ അടുത്തെത്തി ഇതേ ചോദ്യം ചോദിച്ചു. അയാൾ ഗൗരവത്തോടെ പറഞ്ഞു, ഞാനൊരു കല്ല് ചെത്തുകാരനാണ്. ഏറ്റവും കൃത്യമായ അളവിൽ കല്ലുകൾ ചെത്തുക എന്നതാണ് എന്റെ പണി. ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. ഒടുവിൽ സഞ്ചാരി മൂന്നാമത്തെ തൊഴിലാളിയുടെ അടുത്തെത്തി. അയാൾ വളരെ സന്തോഷവാനായി പാട്ടുപാടിക്കൊണ്ടായിരുന്നു പണിയെടുത്തിരുന്നത്. സഞ്ചാരി ചോദിച്ചു, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? അയാൾ തിളങ്ങുന്ന കണ്ണുകളോടെ ആകാശത്തേക്ക് കൈചൂണ്ടി പറഞ്ഞു, ഞാനൊരു മനോഹരമായ ആരാധനാലയം പണിയുകയാണ്. വരും തലമുറകൾക്ക് പ്രാർത്ഥിക്കാനും സമാധാനം കണ്ടെത്താനുമുള്ള ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലാണ് ഞാൻ പങ്കാളിയാകുന്നത്. നോക്കൂ, അവർ 3 പേരും ചെയ്തിരുന്നത് ഒരേ ജോലി തന്നെയായിരുന്നു. പക്ഷേ ഒന്നാമത്തവൻ അതിനെ വെറുമൊരു കഷ്ടപ്പാടായി കണ്ടു. രണ്ടാമത്തവൻ അതിനെ വെറുമൊരു കടമയായി കണ്ടു. എന്നാൽ മൂന്നാമത്തവൻ തന്റെ ജോലിയെ ഒരു വലിയ ലക്ഷ്യത്തോടുള്ള സമർപ്പണമായി കണ്ടു. അതുകൊണ്ടാണ് അയാൾക്ക് ആ വെയിലിലും സന്തോഷിക്കാൻ കഴിഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ജോലി ചെറുതാകാം വലുതാകാം, പക്ഷേ നമ്മൾ അത് ഏത് മനോഭാവത്തോടെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോ ചെറിയ ജോലിയും വിശുദ്ധമായി മാറും. ആ തിരിച്ചറിവാണ് ഒരാളെ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാക്കുന്നത്.